Okay, so good morning to all. Last few classes we have already discussed about that is basic facts of radiation. That is, what are the basic terms in radiation, and after that we have discussed about that is what is that black body, what is that gray body, what is that opaque and diffuse bodies. Okay, these are the things we have discussed, and after that we have moving to that is radiation laws. That is Stephen Boltzmann law, then Wien's displacement law, Kirchhoff's law. Okay, these are things we have discussed. After that, we have discussed what is the discussed about what is that is irradiation and radiosity, and how the heat exchange between non-black bodies. Okay, these are the things we have discussed in last few classes. Okay, next we moving to next topic, that is radiation heat exchange between two surface, three surface. Okay, these are things we have discussed in this class. Okay, so first we have to start from that is two-zone enclosure or radiation exchange between two surface or two gray surface. Okay, radiation exchange between two gray surface. Okay, let us consider. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് രണ്ട് സോൺ ഇവിടെ നമുക്ക് കാണാം. ഇതിന് നമ്മൾ ടു സോൺ അല്ലെങ്കിൽ ടു ഗ്രേ സർഫസ് എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടാവുക. അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഇതൊരു സർഫസ് ആണ്, ലൈക്ക് ദിസ്. വൺ സെക്കൻഡ്. നമ്മൾ ഇവിടെ കാണുന്നത് ഇതൊരു സർഫസ് ആണ്. നോക്കാം, നമ്മൾ കാണുന്ന ഇതൊരു സോൺ, ഇതൊരു സർഫസ് ആണ്. മനസ്സിലായോ? ഇതാണ് സർഫസ് അല്ലെങ്കിൽ സോൺ 1. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ് ആണ് A1 ഏരിയ, ദെൻ T1 ടെമ്പറേച്ചർ, ε1 എമിസിവിറ്റി. ഓക്കെ, അപ്പൊ ഇതിനെ കണക്ട് ചെയ്ത് അടുത്തൊരു സർഫസ് ഇങ്ങനെ സറൗണ്ട് ചെയ്തിരിക്കുക. കണ്ടോ, ഇതൊരു സർഫസ് ആണ്. ഇത് സോൺ 1 ഒരു സർഫസ് 1. ഇതിനെ സറൗണ്ട് ചെയ്ത് അടുത്തൊരു സർഫസ് ആണ്. ഈ സർഫസിനെയാണ് നമ്മൾ സോൺ 2 അല്ലെങ്കിൽ സർഫസ് 2 എന്ന് പറയുന്നത്. സോൺ 2 അല്ലെങ്കിൽ സർഫസ് 2 എന്ന് പറയണേ. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ദാറ്റ് ഈസ് ഏരിയ A2, ടെമ്പറേച്ചർ T2, ε2 ദാറ്റ് ഈസ് എമിസിവിറ്റി ഓഫ് സെക്കൻഡ് സർഫസ് 2. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ദാറ്റ് ഈസ് ഹീറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എനർജി ബാലൻസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എനർജി ബാലൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഈസ് നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ടെണ്ണത്തിനും സോൺ 1ഉം സോൺ 2ഉം ദാറ്റ് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് എന്താണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഗോട്ട് ഇറ്റ്? മെയിൻറ്റൈൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് T1 ആയിരിക്കും, ഒന്ന് T2 ആയിരിക്കും. ഓക്കെ, രണ്ട് സോണും സോൺ 1 ആൻഡ് സോൺ 2 ദാറ്റ് ഈസ് മെയിൻറ്റൈൻ അറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് T2. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം Q1 to 2 ദാറ്റ് ഈസ് Q1 to 2 എന്ന് പറയുന്നതാണ് നെറ്റ് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം സോൺ 1 to 2. ഗോട്ട് ഇറ്റ്? Q1 to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? That is radiation heat transfer from zone 1 to zone 2. കിട്ടിയോ എല്ലാവർക്കും? Q1 to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം സോൺ 1 to zone 2. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ എനർജി ബാലൻസ് ചെയ്യാൻ പോവാണ്. എനർജി ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? Q1 to 2 ആണ്. എനർജി ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 to 2 ആണ്. നോക്കാം. അപ്പൊ നോക്കാം എന്താണ് Q1 to 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Q1 to 2 എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ. നമ്മൾ ഈ സർഫസ് നോക്കാം. ഫസ്റ്റ് സർഫസ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അവിടത്തെ റേഡിയേഷൻ ലീവിങ് ഫ്രം A1, ഈ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്ന റേഡിയേഷൻ അവിടെ നിന്ന് ലീവ് ചെയ്യുന്ന റേഡിയേഷൻ എനർജി ദാറ്റ് ഈസ് റേഡിയേഷൻ എനർജി ലീവിങ് ഫ്രം A1 ആൻഡ് ദാറ്റ് സ്ട്രൈക്സ് ടു A2. A1ൽ നിന്ന് ലീവ് ചെയ്ത് A2ൽ സ്ട്രൈക്ക് ചെയ്യുന്ന റേഡിയേഷൻ. മനസ്സിലായോ? റേഡിയേഷൻ എനർജി A1ൽ നിന്ന് ലീവ് ചെയ്ത് A2ൽ എത്തുന്ന റേഡിയേഷൻ ദാറ്റ് ഈസ് ഫസ്റ്റ് കേസ് മൈനസ് റേഡിയേഷൻ എനർജി ലീവിംഗ് ഫ്രം എന്തായിരിക്കും? അപ്പൊ 1 2 മൈനസ് എന്താണ്? 2ൽ നിന്ന് 1 അല്ലെ? റേഡിയേഷൻ എനർജി ലീവിംഗ് ഫ്രം A2 ആൻഡ് ദാറ്റ് സ്ട്രൈക്സ് A1. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് വൺ എന്തായി? 1ൽ നിന്ന് 2ലേക്കും, രണ്ടാമത്തെ എന്താണ്? 2ൽ നിന്ന് 1ലേക്കും. ആ റേഡിയേഷൻ എനർജി ലീവ് ചെയ്യുക, അതാണ് നമുക്ക് എന്ത് പറയുന്നത്? ടോട്ടൽ എനർജി ബാലൻസ് അല്ലെങ്കിൽ നെറ്റ് റേഡിയേഷൻ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ Q1 to 2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടുത്തെ കേസ്, ഫസ്റ്റ് കേസിൽ റേഡിയേഷൻ ലീവ് ചെയ്യുന്നത് A1ൽ നിന്ന് ലീവ് ചെയ്യുന്ന റേഡിയേഷന് നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് A1. നമുക്കറിയാം A1നകത്ത് നിങ്ങൾ രണ്ട് ടേം നമ്മൾ മുന്നേ പഠിച്ചു. ആ റേഡിയേഷനിൽ നിന്ന് പുറത്തോട്ട് ലീവ് ചെയ്യുന്ന റേഡിയേഷൻ എനർജീനെയാണ് നമ്മൾ എന്ത് പറയുക സാധാരണ? റേഡിയോസിറ്റി J എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ വരണ്ടാവുക? J1 ഫസ്റ്റ് J1 ഇൻറ്റു അവിടുത്തെ അതിന് എന്ത് ഫാക്ടറിന് എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്? ഏരിയക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏരിയ കൂടുന്തോറും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടും. അപ്പൊ എന്തായി? J1 into A1
ഇൻറ്റു ഇനി എന്താണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അത് ഏത് മെറ്റീരിയൽ ആണോ അതിന്റെ ഷേപ്പ് എന്താണ് അതിന്റെ ആകൃതി എന്താണെന്ന് ഡിപ്പെൻഡ് ആണ്. അതാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ഷേപ്പ് ഫാക്ടർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്, ഫസ്റ്റ് കേസും കൂടി നോക്കുക, J1A1 ഇൻറ്റു F122 മൈനസ് രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരണത് നോക്കുക. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരണത്, രണ്ടാമത്തെ സർഫസ് അല്ലേ. അപ്പൊ രണ്ടാമത്തെ സർഫസ് നിന്ന് ലീവ് ചെയ്യുന്ന റേഡിയേഷൻ എനർജിനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് J2. അപ്പൊ J2 ഇൻറ്റു അവിടുത്തെ ഏരിയ ആണ് A2, J2A2 ഇൻറ്റു അപ്പൊ ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്ന ഷേപ്പ് ഫാക്ടർ ഏതാ, F22. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. ഇതാണ് ടു സോണിന്റെ നെറ്റ് റേഡിയേഷൻ എനർജി എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താ പറയുന്നത്, ടു സോണിന്റെ നെറ്റ് റേഡിയേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക, Q122 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക, J1A1 F122 മൈനസ് J2A2 F221. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിപ്രോക്കേറ്റിംഗ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ റെസിപ്രോക്കേറ്റിംഗ് തിയറത്തിനകത്ത് എന്താ പറയുന്നത്, നമ്മൾ രണ്ട് സർഫസ് എടുത്തു, ആ സർഫസിന്റെ രണ്ട് കോമൺ ഏരിയക്കുള്ള സർഫസ് എടുത്തു. അപ്പൊ അവിടെ നിന്ന് ശരിക്കും സാധാരണ പറയുമ്പോൾ അവിടെ നിന്ന് ലീവ് ചെയ്യുന്ന അത് തമ്മിലൊരു റിലേഷൻ നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞത്, A1 F122 A1 ഇൻറ്റു F122 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, A2 ഇൻറ്റു F221 ആണ്. ഓക്കെ, A1 F122 ദാറ്റ് ഈസ് ഈക്വൽ ടു A2 F221 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ A2 F221 പകരം നമുക്ക് എന്ത് എടുത്താൽ മതി, A1 F122 എടുത്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, Q122 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, A1 F122. അപ്പൊ എന്ത് ചെയ്തു, ഈ രണ്ടെണ്ണത്തെ നമ്മൾ റീപ്ലേസ് ചെയ്തു, ബാക്കി നമുക്ക് എന്തോ ഉള്ളൂ, റേഡിയോസിറ്റി മാത്രമേ ഉള്ളൂ. ഇൻറ്റു എന്താണ്, J1 മൈനസ് J2. ഇനി നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം Q122നെ. അപ്പൊ ഇതിനെ റീഅറേഞ്ച് ചെയ്യാൻ തന്നെ ഇതിനെ നമുക്ക് ഇങ്ങനെ കൂടെ എഴുതാം. എങ്ങനെ എഴുതാം, A1 F122 ഇൻറ്റു J1 മൈനസ് J2 നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് തന്നെയല്ലേ, ഇത് J1 മൈനസ് J2 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് എഴുതാം, 1 ഡിവൈഡഡ് ബൈ A1 F122 എന്ന് എഴുതാം. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ശരിയല്ലേ? ഇത് താഴെയല്ലേ വരുന്നത്, അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, മുകളിലോട്ട് പോകും. അപ്പൊ കറക്റ്റ് തന്നെയല്ലേ, ഇത് സെയിം അല്ലേ? അപ്പൊ ഇതിനെ J1 മൈനസ് J2 ഡിവൈഡ് ബൈ 1 ബൈ A1 F122. ഈ 1 ബൈ A1 F122 എന്നിനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് R122. മനസ്സിലായല്ലോ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് R122. ഓക്കെ, നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് R122. ഈ R122 പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എ റെസിസ്റ്റൻസ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് R122 നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എ സർഫസ് റെസിസ്റ്റൻസ്, അല്ല സോറി, സ്പേസ് റെസിസ്റ്റൻസ്. R122 നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് റെസിസ്റ്റൻസ്. കിട്ടിയോ? അപ്പൊ നമ്മൾ രണ്ട് ബോഡി എടുക്കുവാണെങ്കിൽ ആ രണ്ട് ബോഡിക്ക് ഇടയ്ക്ക് വരുന്ന എന്താണ് റേഡിയേഷൻ എക്സ്ചേഞ്ച് എന്ന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം J1 മൈനസ് J2 ഡിവൈഡഡ് ബൈ എന്താണ് R, ഓർ J1 മൈനസ് J2 ഡിവൈഡഡ് ബൈ R എന്ന് പകരം എങ്ങനെ എഴുതാം, 1 ഡിവൈഡഡ് ബൈ A1 F122. ഇത് ഈ രണ്ട് ബോഡി മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്കൊരു ഇലക്ട്രിക്കൽ അനലോഗി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. അപ്പൊ ഇലക്ട്രിക്കൽ അനലോഗി ആയിട്ട് ആദ്യം ഇവിടെ തന്നെ നമുക്ക് തുടങ്ങാം, അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകാം. ഇലക്ട്രിക്കൽ അനലോഗി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ 2 പോയിന്റ് എടുത്തു, ഇതാണ് 2 പോയിന്റ്. അപ്പൊ ഇതിനെ നമ്മൾ J1 എന്ന് കൊടുത്തു, ഇതിനെ നമ്മൾ J2 എന്ന് കൊടുത്തു. അപ്പൊ ഇതിന് രണ്ട് കണക്ട് ചെയ്ത് നമ്മൾ എന്ത് കൊടുത്തു, ഒരു ദാറ്റ് ഈസ് എ റെസിസ്റ്റൻസ് കൊടുത്തു, സ്പേസ് റെസിസ്റ്റൻസ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ J1 മൈനസ് J2 ഈ റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് R122 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ഡിവൈഡഡ് ബൈ A1 F122 ആണ്. ഓക്കെ, ഇതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുത്ത റേഡിയേഷൻ എനർജി നമുക്ക് എങ്ങനെ എഴുതാം, J1 മൈനസ് J2 ഡിവൈഡഡ് ബൈ 1 ബൈ A1 F122. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇതാണ് ടു സോൺ എൻക്ലോഷർ, അല്ലെങ്കിൽ രണ്ട് ഗ്രേ സർഫസിനെ നമ്മൾ 2 നോൺ ബ്ലാക്ക് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ റേഡിയേഷൻ എക്സ്ചേഞ്ച് ആണ് വരുന്നത്. കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടോന്ന് വിചാരിക്കുന്നു കേട്ടോ. അറിയാത്ത ആൾക്കാർ വീഡിയോ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടായിരിക്കും, അപ്പോൾ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത സർഫസ് ആണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് ഒരു സർഫസ് സോൺ 1. അപ്പൊ അതിന് സറൗണ്ട് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് സർഫസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പോയിന്റ് നമ്മൾ J1 എന്നും J2 എന്ന് പറഞ്ഞു. ഇതിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ പറയുന്ന റെസിസ്റ്റൻസ് ആണ് R122 നമ്മൾ പറഞ്ഞു. R122 എന്ന് നമ്മൾ പറഞ്ഞു, അത് അവിടെ നിൽക്കട്ടെ. ആ കോൺസെപ്റ്റുകളെല്ലാം അവിടെ ഉണ്ട്.
ഇനി നമ്മൾ സാധാരണ ചെയ്യേണ്ട കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത് ആദ്യം ഇത് രണ്ട് ബോഡി നമ്മൾ കണക്ട് ചെയ്തപ്പോൾ അതിനിടയ്ക്ക് വരുന്ന റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നതാണ് സ്പേസ് റെസിസ്റ്റൻസ്. അത് ഓൾറെഡി ഉണ്ട്. ഇനി നമ്മുടെ പുതിയ രണ്ട് ടേമും കൂടെ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അത് ടു സോൺ എൻക്ലോഷർ ആണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ നമ്മള് രണ്ട് ബോഡി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ബോഡീനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ബോഡി ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ രണ്ട് ബോഡി ഇതിനകത്താണ്. ഇപ്പൊ ഈ പറയുന്ന കോൺസെപ്റ്റുകളെല്ലാം കൂടെ ഇതിനകത്താണ് വരുന്നത്. ടു ബോഡി എൻക്ലോഷർ വേറൊരു ബോഡിനകത്താണ്, ഉള്ളിലാണ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ത്രീ ബോഡിയോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഈ രണ്ട് ബോഡി ഉണ്ട്, ഈ രണ്ട് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ പുറത്തുള്ള രണ്ട് ഭാഗവും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എർത്തിങ് കൊടുക്കും. ഇലക്ട്രിക്കൽ അനലോഗി പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? എർത്തിങ് കൊടുക്കും. രണ്ടിന് നമ്മൾ എന്ത് പറയും? എർത്തിങ് കൊടുക്കും. ആ എർത്തിങ് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? നമ്മൾ അവിടെ സർഫസ് റെസിസ്റ്റൻസ് ആഡ് ചെയ്യും. എന്ത് ആഡ് ചെയ്യും? സർഫസ് റെസിസ്റ്റൻസ് ആഡ് ചെയ്യും. അപ്പൊ ഈ രണ്ടും കണക്ട് ചെയ്യുന്നുണ്ടാവും ഏകദേശം ഒരു ബ്ലാക്ക് ബോഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർഫസിലേക്ക് ആയിരിക്കും മിക്കവാറും വരുന്നുണ്ടാവും. അതാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഈ കോൺസെപ്റ്റ് നമുക്കറിയാം. ബാക്കി നമ്മൾ എന്ത് ചെയ്തു? ആ എൻക്ലോഷർ അവിടെ നിൽക്കട്ടെ. അത് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിടാം ലൈക്ക് ദിസ്. എന്ന് പറഞ്ഞാൽ ഇവിടെ J1 ഉണ്ട്, ഇവിടെ J2 ഉണ്ട്, ഇവിടെ ഓൾറെഡി എന്തുണ്ട്? R12 ഉണ്ട്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് കണക്ട് ചെയ്യുവാണ്? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇതെന്താണ്? ഇതിന്റെ പേരെന്താ? സ്പേസ് റെസിസ്റ്റൻസ്. ഇനി ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന എന്താണ്? ഒരു സർഫസ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഒരു എൻക്ലോഷർ സർഫസ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ആ സർഫസ് റെസിസ്റ്റൻസ് ആണ് എന്നല്ല നമ്മൾ പറഞ്ഞു ഒരു എർത്തിങ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ അതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതൊരു ബോഡിയാണ്, ഇത് മൊത്തം ഒരു ബോഡിയാണ്, അവിടെ നിൽക്കട്ടെ. ഇതിന് നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ടാവും, ഇതിനും ഒരു എന്ത് പോകുന്നുണ്ടാവും? ഒരു സർഫസ് റെസിസ്റ്റൻസ് വരുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ ബോഡിയുടെ മാത്രം സർഫസ് റെസിസ്റ്റൻസ് ആണ് R1, ഈ ബോഡിയുടെ മാത്രം സർഫസ് റെസിസ്റ്റൻസ് ആണ് R2. മനസ്സിലായോ? ആദ്യത്തെ ബോഡിയുടെ സർഫസ്, ആ ബോഡിയും സർഫസും തമ്മിലുള്ള റെസിസ്റ്റൻസ് ആണ് R1, ഈ സെക്കൻഡ് ബോഡിയും അതിന്റെ സർഫസ് തമ്മിലുള്ള റെസിസ്റ്റൻസ് ആണ് എന്നുള്ളത് R2. അപ്പൊ ഇതിനോട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? EB2 റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇത് രണ്ട് ബോഡിയാണ്. ആ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന റേഡിയേഷൻ എക്സ്ചേഞ്ച് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? സ്പേസ് റെസിസ്റ്റൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്തു. അതിന്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ, ആ ബോഡിയും അറ്റ്മോസ്ഫിയറും തമ്മിൽ കണക്ട് ചെയ്ത് വരുന്ന റേഡിയേഷൻ നമ്മൾ എന്തായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു? സർഫസ് റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. എന്തായിട്ടാണ്? സർഫസ് റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. നോക്കാം. അപ്പൊ ഈ R1 നമ്മൾ പറയുന്ന പേരാണ് സർഫസ് റെസിസ്റ്റൻസ്, R2 നമ്മൾ പറയുന്ന പേരാണ് സർഫസ് റെസിസ്റ്റൻസ്. രണ്ടും സർഫസ് ആയിട്ട് കണക്ട് ചെയ്തു. നോക്കാം. അപ്പൊ അതാണ് ഇവിടെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടെ EB1 ഉണ്ട്, R1 ഉണ്ട്, J1 ഉണ്ട്, J2 ഉണ്ട്, ഇവിടെ നമുക്ക് R2 ഉണ്ട്, ഇവിടെ EB2 ഉണ്ട്. രണ്ട് ടു ഗ്രേ സർഫസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഹീറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക? ഇവിടുത്തെ ടോട്ടൽ ഹീറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ Q122 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക? EB1, ഇവിടത്തെ ഫസ്റ്റ് എമിസീവ് പവർ ഓഫ് ദാറ്റ് ഈസ് EB1 മൈനസ് EB2, ഇവിടത്തെ സർഫസിലെ അടുത്ത എമിസീവ് പവർ. ഇത് പറഞ്ഞ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ്. V/R ആണ്. I = V/R എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇലക്ട്രിക്കൽ അനലോഗി വരുമ്പോൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? EB1 മൈനസ് EB2 ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഇവിടെ വരുന്നുണ്ടാവും R1 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സർഫസ് റെസിസ്റ്റൻസ് R1. രണ്ടാമത്തെ R122 എന്ന് പറഞ്ഞാൽ സ്പേസ് റെസിസ്റ്റൻസ്. അഗെയിൻ R2 എന്ന് പറയുന്നത് എന്താണ്? അഗെയിൻ എന്താണ്? സർഫസ് റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ? സോ നമുക്കറിയാം EB1 മൈനസ് EB എന്ന് പറഞ്ഞാൽ എന്താ? എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി ആണ് അല്ലെ? PB എന്ന് വെച്ചാൽ എന്താണ്? സിഗ്മ T⁴ ആണ് അല്ലെ? ഇവിടെ എങ്ങനെ വരും? സിഗ്മ T1 മൈനസ് T1⁴ മൈനസ് T2⁴, അല്ലെങ്കിൽ സിഗ്മ T1⁴ മൈനസ് സിഗ്മ T2⁴. ഓക്കെ അല്ലേ? ഇനി കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ സർഫസ് റെസിസ്റ്റൻസും സ്പേസ് റെസിസ്റ്റൻസും തമ്മിലുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നോക്കുക, സർഫസ് റെസിസ്റ്റൻസ് സ്പേസ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇക്വേഷൻ തെറ്റില്ല, ഇങ്ങനെ തന്നെയാണ് വരിക. 1/A1F122. ഓക്കെ, രണ്ട് സ്പേസുകൾ തമ്മിലുള്ള സ്പേസ് റെസിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരുന്നുണ്ടാവുക? 1/A1F122. അതേസമയം തന്നെ രണ്ട് സർഫസുകൾ, ഒരു ബോഡി, ആ ബോഡിയുടെ സർഫസും തമ്മിലുള്ള റെസിസ്റ്റൻസ് എങ്ങനെയാ വരുന്നുണ്ടാവുക? 1/ε1 ഡിവൈഡഡ് ബൈ A1ε1. ഇത് ഫസ്റ്റ് സർഫസ്. മനസ്സിലായോ? 1 - ε1 ഡിവൈഡഡ് ബൈ A1ε1 പ്ലസ് രണ്ടാമത്തെ സർഫസ് വരുമ്പോഴോ 1 - ε2 ഡിവൈഡഡ് ബൈ A2ε2. കിട്ടിയോ? രണ്ടാമത്തെ സർഫസ് വരുമ്പോൾ എങ്ങനെ വരുന്നുണ്ടാവുക? 1 - ε2 ഡിവൈഡഡ് ബൈ A2ε2. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഇതാണ് ദാറ്റ് ഈസ് ദ കേസ് ഓഫ് എൻറ്റയർ കേസ് ഓഫ് എന്താണ്? ടു ബോഡി എൻക്ലോഷർ. എന്താണ്? എൻറ്റയർ കേസ് ഓഫ് എന്താ വരുന്നുണ്ടാവുക? ടു ബോഡി എൻക്ലോഷർ. കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു.
എൻറ്റയർ കേസ് ഓഫ് എന്താണ് ടു ബോഡി എൻക്ലോഷർ ഓർ ടു സോൺ എൻക്ലോഷർ. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ആർക്കും തെറ്റില്ലല്ലോ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ടു എൻക്ലോഷർ, ടു ബോഡി എൻക്ലോഷർ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ടു സോൺ എൻക്ലോഷർ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അപ്പൊ ഇത് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് വരണ്ടാവുക. ഒന്നും കൂടെ ഞാൻ എടുത്ത് എഴുതാം. ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് Q122 എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ EB1 മൈനസ് EB2 ഹോൾ ഡിവൈഡഡ് ബൈ R1 പ്ലസ് R122 പ്ലസ് എന്താണ് R2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ T1 പവർ 4 മൈനസ് T2 പവർ 4 ഹോൾ ഡിവൈഡഡ് ബൈ എന്താ പറയുക ആദ്യത്തെ റെസിസ്റ്റൻസ് 1 മൈനസ് എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ A1 എപ്സിലോൺ 1 പ്ലസ് 1 ബൈ A1 F122 പ്ലസ് 1 മൈനസ് എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ A2 എപ്സിലോൺ 2. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇക്വേഷനൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. മുകളിൽ എഴുതിയിട്ടുണ്ട്, ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ടു സോൺ. അപ്പൊ ഈ ടു സോൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ത്രീ സോണിൽ നമ്മൾ ചെയ്യുക. മനസ്സിലായോ? ടു സോൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എന്തിനും ചെയ്യാം, ത്രീ സോണിൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ പറയുക, മൂന്ന് ബോഡിയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ത്രീ സോൺ എന്ന് പറയുമ്പോൾ എന്താണ്, മൂന്ന് ബോഡിയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. മൂന്ന് ബോഡി കണക്ട് ചെയ്ത് അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. ഇപ്പൊ ഒരു ബോഡി, ഇതാണ് ഒരു സർഫസ്, ഇതൊരു സർഫസ്. ഓക്കെ, ആ സർഫസിന്റെ ഇവിടെ തന്നെ ആദ്യം തന്നെ തുടങ്ങാം അല്ലെ. ഇവിടെ ഇതാണ് ഫസ്റ്റ് സർഫസ്. അവിടുത്തെ ഏരിയ A1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്, എമിസിവിറ്റി എപ്സിലോൺ 1 ആണ്. കിട്ടിയോ? ആദ്യത്തെ സർഫസിന്റെ ഏരിയ A1 ആണ്, ടെമ്പറേച്ചർ T1 ആണ്, എമിസിവിറ്റി എപ്സിലോൺ 1 ആണ്. അപ്പോൾ അവിടുത്തെ റേഡിയോസിറ്റി വരുന്നതാണ് J1. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ സർഫസിന്റെ ഏരിയ A2 ആണ്, ടെമ്പറേച്ചർ T2 ആണ്, എമിസിവിറ്റി എപ്സിലോൺ 2 ആണ്. രണ്ടാമത്തെ സർഫസിന്റെ. ഓക്കെ, ഒരു സർഫസ് നമുക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ സർഫസിന് എങ്ങനെ വരുന്നുണ്ടാവുക, A2 T2 ആൻഡ് എപ്സിലോൺ 2. മൂന്നാമത്തെ സർഫസിന്റെ അവിടുത്തെ ദാറ്റ് ഈസ് റേഡിയോസിറ്റി ആണ് J2. മൂന്നാമത്തെ സർഫസിന്റെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രോപ്പർട്ടീസ് ആണ് A3 ഏരിയ, T3 ടെമ്പറേച്ചർ, എമിസിവിറ്റി എപ്സിലോൺ 3. ഓക്കെ ആണല്ലോ? അവിടുത്തെ റേഡിയോസിറ്റി ആണ് J3. അവിടുത്തെ റേഡിയോസിറ്റി ആണ് J3. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ മൂന്ന് സർഫസ്. ഇതാണ് നമ്മുടെ മൂന്ന് സർഫസ്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ മൂന്ന് സർഫസ്. ഓക്കെ, അപ്പോ ഈ മൂന്ന് സർഫസിന്റെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ത്രീ സോൺ അല്ലേ? ഈ ത്രീ സോണിന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയേഷൻ കണ്ടുപിടിക്കണം. ത്രീ സോണിന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയേഷൻ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ അത് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ത്രീ സോണിന്റെ റേഡിയേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് മൂന്ന് റേഡിയോസിറ്റി കിട്ടിയല്ലോ. ഒന്ന് J1 ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്തു, ഫസ്റ്റ് സർഫസിന്റെ J1, രണ്ടാമത്തെ സർഫസിന്റെ J2, മൂന്നാമത്തെ സർഫസിന്റെ J3. ഈ മൂന്നും തമ്മിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇത് J1 നമ്മൾ എന്ത് ചെയ്തു? J1 നമ്മൾ കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ തുടങ്ങി, അപ്പൊ അതിനെ കണക്ട് ചെയ്ത് എന്ത് ചെയ്തു? ഒരു ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്തു. അത് എന്തിലേക്ക് പോയി? J2ലേക്ക് പോയി. J2 അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ J2നെ കണക്ട് ചെയ്തു. ഇനി J1നെയും J2നെയും കണക്ട് ചെയ്ത് J3 വരാൻ പോവാണ്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം അഗെയിൻ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്തു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് റെസിസ്റ്റൻസ്. അപ്പൊ അതിനെ കണക്ട് ചെയ്ത് എന്തിലേക്ക് വന്നു? J3ലേക്ക് വന്നു. അഗെയിൻ ഇതിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അതും നമ്മൾ എന്ത് തന്നെയാണ്? സ്പേസ് റെസിസ്റ്റൻസ് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? J2, J1, J2, J3, J1, J2, J3. അപ്പൊ മൂന്ന് സ്പേസ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തു. മൂന്ന് സ്പേസ് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഈ സ്പേസ് റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഓരോ റെസിസ്റ്റൻസിനും നമ്മൾ എന്ത് കണക്ട് ചെയ്യാണ്? അതിനെ നമ്മൾ മൂന്ന് ത്രീ സോൺ ആയതുകൊണ്ടാണ് കേട്ടോ. ത്രീ ഗ്രേ സർഫസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 2 ഗ്രേ സർഫസ് ആണ്, ഇത് 3 ഗ്രേ സർഫസ് ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ സർഫസ് ഓരോന്നും J1 എന്ന് പറയുന്ന ഒരു ബോഡിയുടെ റേഡിയോസിറ്റി ആണ്, J2 എന്ന് പറയുന്നത് അടുത്തൊരു ബോഡിയുടെ റേഡിയോസിറ്റി ആണ്, J3 എന്ന് പറയുന്നത് അടുത്തൊരു ബോഡിയുടെ റേഡിയോസിറ്റി ആണ്. ഇതെല്ലാം എന്തായിട്ട് കണക്ഷൻ ആവുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ ആയിട്ട് കണക്ഷൻ ആവും, അല്ലെങ്കിൽ സർഫസ് ആയിട്ട് കണക്ഷൻ ആവുന്നുണ്ട് അല്ലെ? അതിൽ ഓരോ സ്ഥലത്തും വരുന്ന അവിടെ വരുന്ന റേഡിയേഷനും എന്ത് തന്നെയാണ്? വേറെ വേറെയാണ്. അപ്പൊ നമ്മൾ അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ബോഡി നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് EB1 എന്ത് ചെയ്തു? അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ബോഡിനെ ഒരു സർഫസ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു, ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ ബോഡി എടുത്തു, രണ്ടാമത്തെ ബോഡിനെ അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു സർഫസ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തു, EB2. ഓക്കെ, മൂന്നാമത്തെ ബോഡി എടുത്തു, മൂന്നാമത്തെ ബോഡിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സർഫസ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തു, EB3.
നമ്മൾ പെട്ടെന്ന് പറയാനായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പറയുക എന്താണ്, 3 സർഫസ് എടുത്തു, ആ 3 സർഫസിനെ ആദ്യം കണക്ട് ചെയ്തു, അതിനെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്തു, എർത്ത് ചെയ്തു. എങ്ങനെ പറയുന്നത്, ഇലക്ട്രിക്കൽ എർത്തിങ് കൊടുക്കത്തില്ലേ, ആ എർത്ത് ചെയ്തു. എർത്ത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരെണ്ണത്തിന്റെ എർത്തിങ് ആണ് ആ എന്തെന്നുള്ളത് സർഫസ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ എർത്തിങ് ആണ് രണ്ടാമത്തെ സർഫസ് റെസിസ്റ്റൻസ്. മൂന്നാമത്തെ എർത്തിങ് ആണ് മൂന്നാമത്തെ സർഫസ് റെസിസ്റ്റൻസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം, ഇതെല്ലാം ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ ഓരോന്നും നമ്മൾ ഇനി ഡീറ്റെയിൽ ചെയ്ത് പോവാണ്. നമുക്കറിയാം ഇത് ഈ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് അതിന്റെ കോൺസെപ്റ്റുകൾ മാത്രം മതി നോക്കാം. ഒന്ന്, നമുക്കറിയാം 1 to 2 J1 J2 തമ്മിലുള്ള അവിടുത്തെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, R122 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? J1 J2 തമ്മിലുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, R122 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ദാറ്റ് ഈസ് എ എന്ത് പറയാ, സ്പേസ് റെസിസ്റ്റൻസ് എന്ത് പറയാ, 1/A1F122 എന്ന് പറയാം. എന്താ പറയാ, ഈ ഇക്വേഷനെങ്കിലും ഓർത്ത് വെക്കുക. പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷൻ മാത്രം മതി. മനസ്സിലായത്? ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താണ്, സർഫസ് ദാറ്റ് ഈസ് രണ്ട് സർഫസ്, രണ്ട് സ്പേസുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് ആണ് സ്പേസ് റെസിസ്റ്റൻസ്. R122 എന്നുള്ളത് എന്താണ്, 1/A1F122 ആണ്. രണ്ടാമത്തെ ബോഡി എടുത്തു, നമ്മൾ 1 2 3 ആണ് എടുക്കുന്നത്. അപ്പൊ അവിടുത്തെ ദാറ്റ് ഈസ് സ്പേസ് റെസിസ്റ്റൻസ് ആണ് എന്താണ്, R13. അവിടുത്തെ സ്പേസ് റെസിസ്റ്റൻസ് ആണ് എന്ത്, R13. അപ്പൊ R13 എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 1/A1F13 ആണ്. R13 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, R13 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 1/A1F13 ആണ്. അതാണ് അവിടുത്തെ എന്ത് വരുന്നുണ്ടാവുക, ദാറ്റ് ഈസ് സ്പേസ് റെസിസ്റ്റൻസ് വരുന്നുണ്ടാവും. സ്പേസ് റെസിസ്റ്റൻസ് വരുന്നുണ്ടാവും. അടുത്ത നമുക്ക് വരുന്നതാണ് R223. ഇവിടത്തെ അടുത്ത മൂന്നാമത്തെ ബോഡിയുടെ റെസിസ്റ്റൻസ് ആണ്. മൂന്നാമത്തെ ബോഡി റെസിസ്റ്റൻസ് ആണ് എന്ത് വരുന്നുണ്ടാവുക, R223. അത് പറയുന്നത് എന്താണ്, വീണ്ടും അതെന്ത് തന്നെയാണ്, ദാറ്റ് ഈസ് എ സ്പേസ് റെസിസ്റ്റൻസ് ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ, 1/A2F223. 1/A2F223. ഇനി നമ്മൾ പറഞ്ഞു ഓരോ നമ്മൾ എന്താ പറയാ സർഫസിനെയും അറ്റ്മോസ്ഫിയർ ആയിട്ട് അല്ലെങ്കിൽ ഓരോ ബോഡിനെയും സർഫസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസ് ഓരോന്നും കാണണ്ടേ. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണ് ഫസ്റ്റ് കേസ്. അപ്പൊ ഇവിടുത്തെ Q1 എന്ന് പറഞ്ഞാൽ, അപ്പൊ Q1 എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ ഇവിടുത്തെ ദാറ്റ് ഈസ് എമിസീവ് പവർ ആണ് EB1, അവിടുത്തെ റേഡിയോസിറ്റി ആണ് J1, ഡിവൈഡഡ് ബൈ എന്ത് വരും, സർഫസ് റെസിസ്റ്റൻസ് R1 വരും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ വരും, EB1 മൈനസ് J1 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് എന്താ വരേണ്ടത്, സർഫസ് റെസിസ്റ്റൻസ് ആണ്. എത്ര വരേണ്ടത്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, 1 - ε1 ഡിവൈഡഡ് ബൈ A1 എപ്സിലോൺ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം, 1 - ε1 ഡിവൈഡഡ് ബൈ എന്താ വരേണ്ടാവുക, A1 എപ്സിലോൺ 1. കിട്ടിയില്ലേ, ഒരു ബോഡി കിട്ടി. ആദ്യത്തെ ബോഡിയുടെ എന്ത് കിട്ടി, റേഡിയേഷൻ കിട്ടി അല്ലെ, സർഫസ് റേഡിയേഷൻ. ഇനി രണ്ടാമത്തെ ബോഡിയുടെ എടുത്താലോ, സെയിം അതുപോലെ തന്നെ വരിക, Q2 = അങ്ങനെ വരും, EB2 മൈനസ് J2 ഹോൾ ഡിവൈഡഡ് ബൈ 1 - ε2 ഡിവൈഡഡ് ബൈ എങ്ങനെ വരും, A2 എപ്സിലോൺ 2. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ബോഡി റേഡിയേഷൻ കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ ബോഡി റേഡിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, Q3 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാൻ പറ്റും, EB3 മൈനസ് J3 ഹോൾ ഡിവൈഡഡ് ബൈ എങ്ങനെ ചെയ്യാം, 1 - ε3 ഡിവൈഡഡ് ബൈ A3 എപ്സിലോൺ 3. A3 എപ്സിലോൺ 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മൂന്നാമത്തെ ബോഡിയുടെയും കിട്ടി. കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനെയും റെസിസ്റ്റൻസ്. ഇത് 3 സോൺ എൻക്ലോഷർ ആണ്. 3 ബോഡിയുടെ 3 സോൺ എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ 3 ഗ്രേ സർഫസ് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കൽ അനലോഗി, അവിടുത്തെ റേഡിയേഷൻ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. 3 സോൺ 3 സോൺ ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക്കൽ അനലോഗി അല്ലെങ്കിൽ അവിടുത്തെ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ, കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും നോക്കുക. ഇനി ഇതിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം, റേഡിയേറ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞ ചെറിയൊരു ഏരിയയും കൂടെ നമ്മളോട് എടുത്തു പോവാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു ബോഡിയാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കോൺസെപ്റ്റ് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. ഇതൊരു ബോഡി. ഓക്കെ, ഇതൊരു സർഫസ് ദാറ്റ് ഈസ് സോൺ 1 Z1. ഇതിനെ എൻക്ലോഷർ ആയിട്ട് അടുത്തൊരു സർഫസ് നമ്മൾ കൊടുത്തു. ഇത് അടുത്തൊരു സർഫസ് ആണ്. ഇതെന്താണ്, സോൺ 2. ഇതിരിക്കുന്നത് വേറൊരു ബോഡിയുടെ ഉള്ളിലോ ഒരു സർഫസിന്റെ ഉള്ളിലാണ് മൊത്തത്തിൽ. അപ്പൊ ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയുന്നു, സോൺ 3 എന്ന് പറയുന്നു.
മനസ്സിലായോ? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെയല്ല, 3 സെപ്പറേറ്റ് സർഫസ് ആണ്. ഉദാഹരണം നമ്മൾ ഇങ്ങനെ 3 സർഫസ് ഉണ്ട്, ആ 3 സർഫസ് കണക്ട് ചെയ്ത കാര്യം പറഞ്ഞത്. ഇപ്പൊ ഇത് എന്ന് പറയുമ്പോൾ റീ റേഡിയേറ്റിംഗ് സർഫസ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി എന്ന് പറയുന്നത് റിഫ്രാക്ടറി ബോഡിയാണ്, ഒരു ബോഡി എന്ന് പറയുന്നത് റിഫ്രാക്ടറി ബോഡിയാണ്, ബാക്കി രണ്ട് സർഫസ് ആണ് റേഡിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ രണ്ട് സർഫസ് 1 3 1 2 ദാറ്റ് ഈസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏതാണ്? 3 എന്നുള്ള റീ റേഡിയേറ്റിംഗ് സർഫസിലാണ് വെച്ചിരിക്കുന്നത്. കോൺസെപ്റ്റ് നോക്കുക. ഫസ്റ്റ് സർഫസ് ആണ് 1, അവിടുത്തെ പ്രോപ്പർട്ടീസ് ആണ് A1 ടെമ്പറേച്ചർ 1 എപ്സിലോൺ 1. രണ്ടാമത്തെ സർഫസ് ആണ് A2 ടെമ്പറേച്ചർ 2 എപ്സിലോൺ 2. രണ്ട് സർഫസ് കഴിഞ്ഞു. മൂന്നാമത്തെ സർഫസ് റീ റേഡിയേറ്റിംഗ് സർഫസ്. ഈ രണ്ട് സർഫസും ഇരിക്കുന്ന എന്തിനാണ്? മൂന്നാമത്തെ ഒരു സർഫസ് അല്ലെങ്കിൽ എൻക്ലോഷറിനുള്ളിലാണ്. അതാണ് എന്ത് പറയുന്നത്? റീ റേഡിയേറ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത്. റീ റേഡിയേറ്റിംഗ് സർഫസ് എന്നുള്ളത് 3 എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായിട്ടൊന്നായിരിക്കണം കേട്ടോ. രണ്ട് ബോഡി, മൂന്നാമത്തെ ഒരു ബോഡിയിൽ നമ്മൾ എൻക്ലോഷറിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ റേഡിയേഷൻ എക്സ്ചേഞ്ച് ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു, കോൺസെപ്റ്റ് മനസ്സിലായോ? ഇനി നമ്മൾ ഇതിന്റെ ഇലക്ട്രിക്കൽ അനലോഗി വരയ്ക്കുവാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി എന്തുണ്ട്? രണ്ട് സർഫസ് ഉണ്ട്. അപ്പൊ രണ്ട് സർഫസ് പറയുമ്പോൾ ഫസ്റ്റ് സർഫസ് നമുക്ക് അവിടെ വരുന്നതാണ്, അവിടുത്തെ റേഡിയേഷൻ വരുന്നതാണ് J1, രണ്ടാമത്തെ സർഫസിൽ വരുന്നതാണ് J2, മൂന്നാമത്തെ സർഫസിൽ വരുന്നതാണ് J3. ഈ J3 എന്ന് പറയുന്നത് എന്താണ്? റീ റേഡിയേറ്റിംഗ് സർഫസ് ആണ്. ഒരെണ്ണത്തിന് ഉള്ളിലിരിക്കുന്ന സർഫസ്. ഈ രണ്ട് സർഫസും തമ്മിലാണ് ആക്ച്വലി എന്ത് വരുന്നുണ്ടാവുക? റേഡിയേഷൻ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത് പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? J1 എന്നൊരു പോയിന്റ് എടുത്തു, ഫസ്റ്റ് പോയിന്റ് നമ്മൾ എടുത്തു. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു എന്ത് റെസിസ്റ്റൻസ് ആ? സ്പേസ് J1 J2 രണ്ട് പോയിന്റ് നമ്മൾ എടുത്തു. ഇതിനെ കണക്ട് ചെയ്ത് ഒരു സ്പേസ് റെസിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്തു. സ്പേസ് റെസിസ്റ്റൻസ് വന്നു. നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ രണ്ട് കണക്ട് ചെയ്യുന്ന സ്പേസ് റെസിസ്റ്റൻസ് ആണ് എന്നുള്ളത് R122. R122 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം കോമൺ ആയിട്ട് 1/A1 F122 ആണ്. 1/A1 F1 നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ? 1/A1 F122 ആണ്. ശ്രദ്ധിക്കാട്ടോ. ഇനി മൂന്നാമത്തെ ഒരു സർഫസ് ഉണ്ട്, റീ റേഡിയേറ്റിംഗ് സർഫസ് ആണ്. അതാണ് നമ്മൾ ഇവിടെ പോയിന്റ് 3, അതാണ് എന്നുള്ളത് J3. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് കണക്ട് ചെയ്തു? അതിനെ നമ്മൾ എന്ത് കണക്ട് ചെയ്തു? അടുത്തൊരു സ്പേസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. അപ്പൊ അവിടത്തെ R13, 1ഉം 3 അല്ലേ? R13 1ഉം 3 കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? R13 വന്നു. അതിന്റെ റെസിസ്റ്റൻസ് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 സ്പേസ് റെസിസ്റ്റൻസ് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/A1 F13. 1/A1 F13. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ സർഫസ് 2 to 3. മൂന്നാമത്തെ സർഫസ് 2 to 3 J2 J3. അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്നതാണ് അതിനെ കണക്ട് ചെയ്യുന്നതാണ് R223. അതിന്റെ റെസിസ്റ്റൻസ് ആണ് R223. അപ്പൊ R223 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് R223. ഈ R223 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 അവിടുത്തെ വരുന്ന റെസിസ്റ്റൻസ് ആണ് എന്ത് വരുന്നുണ്ടാവുക? 1/A2 F223. റെസിസ്റ്റൻസ് ആണ് 1/A2 F223. ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? രണ്ട് കാര്യങ്ങളും കിട്ടിയില്ലേ? A223 കിട്ടി, അപ്പോൾ ഫസ്റ്റ് സർഫസ് കിട്ടി, രണ്ടാമത്തെ സർഫസ് കിട്ടി, മൂന്നാമത്തെ വരുന്നതാണ് R223 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/A2 F223. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? മൂന്ന് സർഫസിന്റെയും മൂന്ന് സ്പേസിന്റെയും സ്പേസ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഓക്കെ, മൂന്ന് സ്പേസിന്റെയും സ്പേസ് റെസിസ്റ്റൻസ് കിട്ടി. ശ്രദ്ധിക്കുക, ഈ മൂന്നാമത്തെ ബോഡിയാണ് എന്ത് വരുന്നുണ്ടാവുക? റീ റേഡിയേറ്റിംഗ് സർഫസ്. ഓർത്ത് വയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് വരാം? രണ്ട് ബോഡി എടുത്തു, ആ രണ്ട് ബോഡിനെ കണക്ട് ചെയ്ത് എന്ത് വരുന്നുണ്ട്? നമുക്ക് സർഫസ് റെസിസ്റ്റൻസ് വരുന്നുണ്ട് 1ഉം 2ഉം. അപ്പൊ ആ 1ഉം 2നെ നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. 1 2 അതിനെ കണക്ട് ചെയ്ത് എന്ത് കൊടുത്തു? ഒരു ദാറ്റ് ഈസ് സർഫസ് റെസിസ്റ്റൻസ് R1 കൊടുത്തു. രണ്ടാമത്തെ ബോഡിനെ കണക്ട് ചെയ്ത് എന്ത് കൊടുത്തു? സർഫസ് റെസിസ്റ്റൻസ് എന്ത് കൊടുത്തു? R2 കൊടുത്തു. ഓക്കെ, ഇത് രണ്ടും നമുക്കറിയാം. ഒന്നാമത്തെ സർഫസ് റെസിസ്റ്റൻസ് ആണ് 1 - ε1 ഡിവൈഡഡ് ബൈ A1 ε1. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. R2ന്റെ ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ആണ് ദാറ്റ് ഈസ് 1 - ε2 ഡിവൈഡഡ് ബൈ A2 ε2. അപ്പൊ Q1 Q2 അവിടെ നമുക്ക് രണ്ടും കിട്ടും. Q1 Q2 എന്നുള്ളത് നമുക്ക് രണ്ടും കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ ബോഡിയുടെ പ്രത്യേകത. മൂന്നാമത്തെ ബോഡി എന്നുള്ളത് ദാറ്റ് ഈസ് J3 ആണ്. അതൊരു എൻക്ലോഷർ ആണ്. മിക്കവാറും അത് റീ റേഡിയേറ്റിംഗ് സർഫസ് ആണ്. മിക്കവാറും ഒരു ഇൻസുലേഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബോഡി എൻക്ലോഷർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ആ ബോഡി ഒരു ഇൻസുലേഷൻ ഒക്കെ ആയിരിക്കുന്നുണ്ട്. അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തായിരിക്കും? Q എപ്പോഴും 0 ആയിരിക്കും. കാരണം അവിടെ ε3യും J3യും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അവിടെ നിന്ന് വരുന്ന ദാറ്റ് ഈസ് എമിസീവ് പവറും അല്ലെങ്കിൽ അവിടുത്തെ റേഡിയോസിറ്റിയും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് അവിടുത്തെ Q എന്നുള്ളത് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇനി അവിടുത്തെ ഓരോ പോയിന്റിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നോർമലി നമുക്ക് വേണമെങ്കിൽ ഓരോ പോയിന്റിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവിടുത്തെ നമുക്ക് ദാറ്റ് ഈസ് ഓരോ പോയിന്റിലും നമുക്ക് Q1 ഒക്കെ കണ്ടുപിടിക്കാം. ജനറലി
ഇവിടുത്തെ ടോട്ടൽ റേഡിയേഷൻ, ടോട്ടൽ എനർജി ഓർ ടോട്ടൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, Q122 ആണ്. ടോട്ടൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ Q122 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, രണ്ട് സർഫസും ഒരെണ്ണം EB, അത് 0 ആയി പോയില്ലേ, അപ്പൊ അത് കണക്കിലാക്കണ്ട, ബാക്കി എന്താ വരുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെ വരിക, EB1 മൈനസ് EB2, എങ്ങനെ വരുന്നുണ്ടാവുക, EB1 മൈനസ് EB2. ജനറലി വരുന്നത് എങ്ങനെയാണ്, EB1 മൈനസ് EB2 ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ എന്താ വരുന്നുണ്ടാവുക, R. EB1 മൈനസ് EB2 ഡിവൈഡഡ് ബൈ എന്താ വരുന്നുണ്ടാവുക, R. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ, EB1 മൈനസ് EB2, EB1 മൈനസ് EB2 ഡിവൈഡഡ് ബൈ എന്താണ്, R. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ, R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ എന്താ പ്രത്യേകത, R എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് R എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പഠിക്കാനുണ്ട്. EB1 മൈനസ് EB2 നമുക്ക് എല്ലാവർക്കും അറിയാം. EB എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്താണ്, സിഗ്മ T⁴ ആണ്. സിഗ്മ T1 പവർ 4 മൈനസ് T2 പവർ 4. നോക്കാം, R എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നുണ്ടാവുക, എത്ര റെസിസ്റ്റൻസ് വരുന്നുണ്ട്, R1 ഫസ്റ്റ് വൺ, R1 രണ്ടാമത്തെ R2, അത് അവിടെ ഉണ്ട്, R1 ബൈ R2. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഉള്ളിലെ റെസിസ്റ്റൻസ് വരുന്നില്ലേ, ആ റെസിസ്റ്റൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ആ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, 1/R122 ഫസ്റ്റ് കേസ്. ഇത് ഒരു ലൈൻ അല്ലേ, ഇത് ഒറ്റ ലൈനാ, നമ്മൾ ഇവിടെ കാണുന്നത് എന്താ, ഒറ്റ ലൈനാ അല്ലെ, ശ്രദ്ധിക്കാട്ടോ. അപ്പൊ എങ്ങനെ വരുന്നുണ്ടാവുക, R1 പ്ലസ് ഒറ്റ ലൈൻ അല്ലെ, R1 പ്ലസ് രണ്ടാമത്തെ സ്പേസ് റെസിസ്റ്റൻസ് 1/R12, അതാണ് ഇവിടെ ചെയ്യുന്നത്, 1/R12 പ്ലസ് അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിവിടെ R2 ഇവിടെ ഉണ്ട്, R2 അവിടെ നിന്നോട്ടെ, അതവിടെ നിന്നോട്ടെ, പ്ലസ് ഇനി ഈ 3 പോയിന്റുകൾ വരുന്നുണ്ട്. ഈ 3 പോയിന്റ് വരുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, 1 ഡിവൈഡഡ് ബൈ ചെയ്യണം. എന്ന് വെച്ചാൽ എങ്ങനെ വരും, 1/R, ഇവിടുത്തെ റെസിസ്റ്റൻസ് ഈ ലൈനിൽ വന്നപ്പോ എന്തായി, 1/R12 ആയി. താഴത്തെ ലൈനിൽ വന്നപ്പോ എന്തായി, 1/ എന്ത് വന്നു, R13 പ്ലസ് R23 ആയി. മനസ്സിലായോ, 1/R13 പ്ലസ് R23. നമ്മൾ മുകളിലേക്ക് എടുക്കുവാണെങ്കിൽ ഹോൾ റേസ് ടു -1 ഒക്കെ എടുത്ത് എഴുതാം, അപ്പൊ ഇത് എങ്ങനെ എടുത്ത് എഴുതാം എന്ന് നോക്കാം. അപ്പൊ ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഹോൾ റേസ് ടു -1 എന്ന് എടുത്ത് എഴുതാം. I 1/R12 പകരം നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഇതിനെ ഹോൾ റേസ് ടു -1 എന്ന് വെച്ചിട്ട് എന്ത് വരും, ഇത് R122 ആവും, പ്ലസ് എന്ത് വരും, മറ്റേതും R13 R14 ഹോൾ റേസ് ടു -1 എടുത്ത് എഴുതാം. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് പറയുമ്പോൾ നമുക്കറിയാം R1, ഫസ്റ്റ് കേസിന്റെ റെസിസ്റ്റൻസ് ആണ് R1 എന്ന് വെച്ചാൽ എന്താണ്, 1 മൈനസ് ε1 ഡിവൈഡഡ് ബൈ A1 ε1 പ്ലസ് അതവിടെ നിൽക്കട്ടെ. ലാസ്റ്റ് കേസ് നമുക്കറിയാം 1 മൈനസ് ε2 ഡിവൈഡഡ് ബൈ A2 ε2, ആ കേസ് നമുക്കറിയാം. ഇനി നോക്കാം, ഇവിടെ നമ്മൾ നേരത്തെ എടുത്തു 1/R12 അല്ലേ, അപ്പൊ R12 എന്നുള്ളതാക്കിയല്ലോ ഹോൾ റെസ്റ്റ് എടുത്തപ്പോ, അതെങ്ങനെ എഴുതാം, A1 F122 ഇത് 1 ഡിവൈഡ് ബൈ R13 അല്ലേ, അപ്പൊ 1 ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതാം, 1/A1 F13 പ്ലസ് 1/A2 F223 ഹോൾ റേസ് ടു -1. ഇതാണ് നമ്മുടെ എന്തിന്റെ കേസ്, റേഡിയേറ്റിംഗ് സർഫസ്, അല്ലെങ്കിൽ രണ്ട് സർഫസിനുള്ളിൽ ഒരു എൻക്ലോഷർ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിനകത്ത് വരുന്ന റേഡിയേഷൻ എക്സ്ചേഞ്ച്. അത് ഞാൻ വേറെ കോൺസെപ്റ്റും അതേ സംഭവം തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ 2 ബ്ലാക്ക് സർഫസ് റേഡിയേഷൻ, ഇത് അതല്ല, വേറെ കോൺസെപ്റ്റ്. ഞാൻ ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഓക്കെ, റേഡിയേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ 2 ഗ്രേ സർഫസ് ആൻഡ് സിംഗിൾ റിഫ്രാക്ടറി സർഫസ്, ഇതും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. നോക്കാം, ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് 1 2 3 ഇതാണ് റേഡിയേറ്റിംഗ് സർഫസ്. ഓക്കെ, ആദ്യത്തെ റെസിസ്റ്റൻസ് ആണ് 1 മൈനസ് ε1 A1 ε1, ഇതാണ് നമ്മുടെ R1, ഇതാണ് നമ്മുടെ R2 1 മൈനസ് ε2 A2 ε2, ഇതാണ് നമ്മുടെ R122 അല്ലെ, ഇതാണ് നമ്മുടെ R223, ഇതാണ് നമ്മുടെ R13. ഓക്കെ, ഇതേ സംഭവം തന്നെയാണ് ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആദ്യത്തെ നോക്കി 1 മൈനസ് ഫസ്റ്റ് വൺ R1 അല്ലെ, ഇത് R1 ഇത് R2 ഫസ്റ്റ് ലൈനിലല്ലേ വരണേ, നോക്കുക 1 അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് 1/R122 പ്ലസ് അല്ലെ 1/1 ഡിവൈഡഡ് ബൈ R223 പ്ലസ് 1/R13. ഇതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ അവിടെ കണ്ട അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഇനി ഒരു കോൺസെപ്റ്റും കൂടെ പറയാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടാവുക.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ആദ്യം തന്നെ.